ഈ വീഡിയോ കാണുന്ന ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ന്യൂടെക് മീഡിയ സൊല്യൂഷൻ എന്ന് പറയുന്ന എൻട്രൻസ് ഓട്ടോമേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇത് ഞങ്ങളുടെ ഒരു കസ്റ്റമർ സൈറ്റാണ്. സ്ഥലം ചങ്ങനാശ്ശേരിയാണ്, പെരുന്നയാണ്. ഇവിടെ ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഗേറ്റിൻ്റെ ഓട്ടോമേഷനും, രണ്ട് ഷട്ടറിൻ്റെ ഓട്ടോമേഷനും. ഗേറ്റ് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഗേറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ മുഖാന്തരം നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതൊരു വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൻ്റെ പില്ലർ ടു പില്ലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 14 അടിയാണ്. അതുകൊണ്ട് സ്ലൈഡിംഗ് ഗേറ്റ് പൂർണ്ണമായിട്ടോ സ്വിംഗ് ഗേറ്റ് പൂർണ്ണമായിട്ടോ നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഹാഫ് പോർഷൻ അങ്ങോട്ട് സ്ലൈഡ് ചെയ്യുന്നു, ബാക്കിയുള്ള പോർഷൻ തിരിച്ച് സ്ലൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. കൂടെ 2 റിമോട്ട് ഉണ്ടായിരിക്കും. മാനുവലാക്കാനുള്ള 2 കീ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. റിമോട്ടിൻ്റെ 2 ബട്ടണിൽ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പം ഈ ഗേറ്റ് 2 സ്ഥലത്തേക്ക് തുറക്കുകയാണ്. ഇത് ലേസർ കട്ടിങ്ങിൻ്റെയും ഡെക്കോഡ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലും വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ സൈഡ് ബെയറിംഗ് വീലും കൂടാതെ കനം കുറഞ്ഞ സോൾഡ് ബാറയിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സോൾഡ് ബാറയിൽ അല്ലെങ്കിൽ കമ്പിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഗേറ്റ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ കാലക്രമേണ ഒരു 2 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ ഇത് ഗ്രാജുവലി സ്റ്റക്കാനുള്ള കാരണമുണ്ട്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡബിൾ സൈഡ് ബെയറിംഗ് ഉപയോഗിച്ചിരിക്കണം. ഇനി മോട്ടോർ സെക്ഷനിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ 800 kg ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്ലൈഡിംഗ് മോട്ടോർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എറാക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യത്തിലെ മോട്ടോർ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഇതൊരു ടീത്ത് ആൻഡ് പിനിയൻ മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ടീത്ത് കൊടുത്തിരിക്കുന്നു, കൂടാതെ പിനിയൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് സോളിഡ് ലോക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗേറ്റിൻ്റെ നീളം എത്രയാണോ അത്രയും നീളത്തേക്ക് ഈ 1 മീറ്റർ ലെങ്തുള്ള ഈ റാക്ക് വെച്ച് വെൽഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം നീളം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളളവ് ഈ ഗേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗേറ്റിൻ്റെ ഒരു മോട്ടർ ഞാൻ കാണിച്ചു. അടുത്ത മോട്ടർ എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതും ഈ പറഞ്ഞ രീതിയിൽ മോട്ടർ വെച്ച് എടുത്തിരിക്കുന്നു. 2 മോട്ടറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം 2 സൈഡിൽ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ 2 മോട്ടറിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാഗ്നറ്റിക് സോളിനോട് വെച്ച് കൊടുത്തിരിക്കുന്നു. ഇതിന് പറയുന്നത് ലിമിറ്റ് സ്വിച്ച് എന്നാണ് പറയുന്നത്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗേറ്റാണ്. ഇതിൻ്റെ ഓപ്പറേഷൻ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ റിമോട്ടെ പ്രസ് ചെയ്ത് കഴിയുമ്പം ഈ 2 ഗേറ്റും തമ്മിൽ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് കാണാൻ പറ്റും, ഗേറ്റുകൾ തമ്മിൽ അടയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് റെസിഡൻഷ്യൽ ഷട്ടറാണ്. ഷട്ടർ വർക്ക് ചെയ്യുന്നത് 2 രീതിയാണ്. ഒന്ന് പുഷ് ബട്ടണിൽ വീടിനകത്തുള്ള പുഷ് ബട്ടണിൽ വർക്ക് ചെയ്യും, കൂടാതെ റിമോട്ടിലും വർക്ക് ചെയ്യും. ഷട്ടറിൻ്റെ കൂടെ ഉള്ളത് 2 റിമോട്ട് ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഷട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ GI ഷട്ടർ കണ്ട് മനസ്സിലാക്കാം. GI പെർഫോറേറ്റഡ് പൗഡർ കോട്ടർ എന്നാണ് പറയുന്നത്. ഇതാണ് ഷട്ടർ വരുന്നത്. ഇതൊരു നിലവിൽ എവിടെ ഒരു സ്ലൈഡിങ് ഡോറുണ്ട്. ഡോറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അകത്ത് ഷട്ടർ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതാണ് വന്നിരിക്കുന്ന ഷട്ടർ. എൻ്റെ ഓർമ്മ ശരിയാണ്, ഇതിൻ്റെ ഉള്ളളവ് 12 അടിയാണ് ഉള്ളളവ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, GI പെർഫോറേറ്റഡ് പൗഡർ കോട്ടറാണ്. ഇനി ഈ ഷട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു എറാക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ സെൻട്രൽ ടൈപ്പ് മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 തരത്തിലുള്ള മോട്ടറാണ് ഉള്ളത്. സൈഡ് ടൈപ്പും ഉണ്ട്, സെൻട്രൽ ടൈപ്പും ഉണ്ട്. ഇത് സെൻട്രൽ ടൈപ്പ് ഉപയോഗിക്കുന്നത്. കാരണം റെസിഡൻഷ്യൽ പർപ്പസിന് എപ്പോഴും സെൻട്രൽ ടൈപ്പ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ രീതി. സൈഡ് മോട്ടർ വരുന്നതിനേക്കാൾ സെൻട്രൽ ടൈപ്പ് കൂടുതലായിരിക്കും. പിന്നെ ഏകദേശം ഒരു കോസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഷട്ടറിൻ്റെ മാത്രം കോസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഒരു 65,000 രൂപയ്ക്ക് ഏറ്റവും മേളിട്ട് കോസ്റ്റ് വരും. ഇതിപ്പം ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് ഷട്ടർ ചെയ്ത് തരുന്നതിന് കുഴപ്പമില്ല. അപ്പം ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് വരും. ഞങ്ങൾ ഓട്ടോമേഷൻ കമ്പനി സ്ഥലം കോട്ടയമാണ്. ഞങ്ങൾക്ക് തന്നെ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഗേറ്റുകൾ മാനുഫാക്ചർ ചെയ്യും. CCTV, ഹോം ഓട്ടോമേഷൻ, ഓട്ടോമാറ്റിക് ഗേറ്റുകൾ പലതരത്തിലുള്ളതുണ്ട്. സ്ലൈഡിംഗ് ഉണ്ട്, സ്വിംഗ് ഉണ്ട്, കാൻഡിലിവർ ഉണ്ട്, പലതരത്തിലുള്ള ഗേറ്റുകളുണ്ട്. ഈ തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഞങ്ങൾ
കൊട്ടാരക്കര ആയൂർ ഒരു ബൈ ഫോൾഡിങ് ഗേറ്റ് ചെയ്തു. അത് ഞങ്ങളുടെ ഒരു പുതിയ തരത്തിലുള്ള ഗേറ്റായിരുന്നു. ഈ ഷട്ടറിലേക്ക് കിടക്കാം. ഇത് ഷട്ടറിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടറാണ്. ഇതിപ്പോൾ ഷട്ടർ മുകളിലേക്ക് പൊങ്ങിയാണ് കിടക്കുന്നത്, പുറത്ത് നിൽക്കുന്നത്. ഇത് നേരെ താഴേക്ക് താക്കുകയാണ്. ഇങ്ങനെയാണ് ഷട്ടർ വർക്ക് ചെയ്യുന്നത്. ഇതിന് പറയുന്നത് GI പെർഫറേറ്റഡ് പൗഡർ കോട്ടൺ എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി GI പോലത്തെ ഒരു മെറ്റീരിയൽ വന്നിട്ട് അതിലേക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കമ്പനിയിൽ നിന്ന് പൗഡർ കോട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പൗഡർ കോട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഫിനിഷിംഗ് ഉള്ളത്. സാധാരണ ഒരു പെയിൻറ്റിങ് രീതിയാണ്, ഒരിക്കലും ഇത്രയും ഫിനിഷിംഗ് വരത്തില്ല. ഇത് നമ്മൾ സേഫ്റ്റി ഷട്ടറെന്നും നമ്മൾ പറയുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഓട്ടോമേഷൻ കമ്പനിയാണ്. ഈ തരത്തിലുള്ള എൻക്വയറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി.